ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പഠിക്കുന്നൊന്നുമില്ല, മൊത്തം പനിയായിട്ടിരിക്കുകയാണ്. സൗണ്ടെല്ലാം പോയി. ഇപ്പോഴാണ് കുറച്ചൊക്കെ സൗണ്ട് ഒന്ന് ക്ലിയറായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ കുറേ ദിവസങ്ങളായിട്ട് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ട്. ഒരു ദിവസത്തെ അല്ല, കുറച്ച് ദിവസത്തെ. പക്ഷെ കാര്യമായി പഠിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ഇടാമെന്ന്. രാവിലെ ഏറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി കേട്ടോ, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഫുഡ് തന്നെ ഡയറക്റ്റ് കഴിച്ചു. വേറെ പണിക്കൊന്നും പോയില്ല. അപ്പോൾ മുട്ടക്കറിയായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ കഞ്ഞി മാത്രം ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചോളൂ. അത് കഴിച്ചിട്ട് ഇങ്ങനെ കഞ്ഞിയൊക്കെ തന്നെ വെറുത്തു. ഇല്ലേ തന്നെ ഞാൻ കഞ്ഞി ഇഷ്ടമുള്ള ഒരാളല്ല. അതൊക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ടിങ്ങനെ കഞ്ഞിയും അപ്പം കഴിച്ചു വന്ന ലൈറ്റായിട്ടുള്ള കറികളൊക്കെ വെറുത്തു പോയി. കാരണം എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഫുഡുകളെല്ലാം വെറുത്തു പോയതുകൊണ്ട് നോൺ വെജൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് മുട്ട മാത്രം ഒന്ന് കഴിച്ച് നോക്കാം എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തൊഴിൽ വാർത്തയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരു സാധനവും ഒരു പ്രാവശ്യത്തെ നോക്കിയില്ല. ജസ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഞാനിത് മാർച്ചിൽ സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൗണ്ട് ഒട്ടുമില്ല, അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം മാർച്ച് 1 വരെ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തതാണ്. കാരണം ആ സമയത്ത് ഭയങ്കരമായിട്ടും പനിയായിട്ട് കിടക്കുമായിരുന്നു. 10-15 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെറുതെ വായിച്ച് നോക്കി, അപ്ലൈ ചെയ്യണമെന്നൊക്കെ നോക്കി. ഏതാണെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽസൊക്കെ നോക്കി. പിന്നെ ഞാൻ പഠിച്ചില്ലെങ്കിലും എല്ലാ പേജസും ഒന്ന് വായിച്ച് ഇങ്ങനെ നോക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സും ടെസ്റ്റും മാത്രം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഈ തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്ത് മാറ്റും. കാരണം അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസത്തെ എടുക്കണം, പിന്നെ എല്ലാ ദിവസവും മറിച്ച് പോകണം. അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് ആ ഒരു പഴകുമ്പം മീൻസ് പുതിയതല്ലാത്തതിൻ്റെ എല്ലാം ഞാൻ നമ്മുടെ പഠിക്കാനുള്ള പോർഷൻസ് തുടങ്ങുന്ന എല്ലാം കൂടെ അടുക്കി അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അല്ലാതെ നമ്മൾ സാധാരണ ന്യൂസും കാര്യങ്ങളും എല്ലാം മാറ്റി വയ്ക്കും. അതിൻ്റെ ഒരപേക്ഷിക്കാനോ എടുക്കാനോ ഒക്കെയുള്ള ടൈമുകൾ നമുക്കത് കഴിയുമ്പോൾ കഴിയുമല്ലോ. പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ബുക്ക് പോലെ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് നൂല് ത്രെഡ് ഇട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ ഒരു ബുക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഓരോ ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുവോ, ഓരോ പോർഷൻസ് വായിച്ച് തീർക്കുകയോ അങ്ങനെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ വയ്ക്കാറുണ്ട്. ഞാനങ്ങനെ വെച്ചിട്ടുള്ള അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പണ്ടൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിരുന്നു തൊഴിൽ വാർത്ത, അതായത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കും. ആ ഒരെണ്ണം മാത്രമൊക്കെ വായിച്ച് നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും സെക്രട്ടറി അസിസ്റ്റൻ്റ് കഴിയുന്നിടം വരെ കംപ്ലീറ്റ് ഈ ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് അല്ല, കുറച്ച് നാളത്തേന് 5-6 മാസത്തേനോ 1 വർഷത്തേനോ തുടർച്ചയായിട്ട് വാങ്ങിച്ചിട്ട് അതുകൂടെ ഒപ്പത്തിനൊപ്പം. കാരണം ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. സിസ്റ്റത്തെ നോക്കിയൊക്കെ ചെയ്താലും കുറച്ച് ഞാൻ എണീറ്റു പോകും. അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ബുക്കായിട്ട് കിട്ടുവാണെങ്കിൽ അല്ലെ പേപ്പറിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം അത് അങ്ങനെ വെച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്ന് ചെയ്യാം, അങ്ങനെ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ അങ്ങനെ വേറെ നമുക്കിങ്ങനെ പനി ആയതുകൊണ്ട് കൂടുതലിരുന്ന് പഠിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുന്നു എന്നല്ലാതെ കാര്യമായിട്ട് പഠിക്കുന്നൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം പഠിക്കുന്നവർക്കൊരു എനർജി ബൂസ്റ്റ് കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കത്തില്ല ഇന്നത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായി പോയി. പഠിത്തത്തിലെല്ലാം ഭയങ്കരമായിട്ട് ഉഴപ്പി. സത്യം പറഞ്ഞാൽ 10-20 ദിവസമായി പഠിച്ചിട്ട് അങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി. സാരമില്ല, നമുക്ക് വീണ്ടും സ്റ്റഡി റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിനി ഒരു 10-60-70-75 ദിവസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. സെക്രട്ടറി അസിസ്റ്റൻ്റ് 75 ദിവസത്തോളം കാണും.
അപ്പോൾ അതിലൊരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ എനിക്ക് പ്ലാനുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോഴെങ്കിലും ഞാനും പ്രോപ്പറായിട്ട് പഠിക്കും എന്നെനിക്ക് തോന്നുന്നു. അതിൽ അത്ര നന്നായിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഓവറിൻ്റെ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പഠിച്ച് അങ്ങ് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയതായിട്ട് പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യാമെന്ന്. ഒരു 2-3 ടോപ്പിക് ജനറൽ, ഒരു 3 ടോപ്പിക്ക് നമുക്ക് ജനറൽ പാർട്ടിൽ നിന്ന്, അതായത് GK പാർട്ടിൽ നിന്ന് നമുക്ക് എടുത്തിട്ട്, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ 6 ടോപ്പിക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്മൾ എന്നെ നോക്കി ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റഡി പ്ലാനൊക്കെ തരുന്ന യൂട്യൂബ് ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. അപ്പം അതൊക്കെ കൂടെ നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ നല്ലതാണെന്ന് തോന്നുന്നതും ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടേതായ ടൈമിങ്ങും കാര്യങ്ങളും നമ്മുടെ വീക്ക് പോയിൻറ്റ്സും എല്ലാം കൂടെ നോക്കി ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നാളെ മുതൽ നമ്മളൊരു 60 ദിവസത്തേന് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഒരുപാട് നേരമൊന്നും കളഞ്ഞിരുന്ന് വീഡിയോസ് കാണണം എന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണല്ലോ. അപ്പം മാക്സിമം വീഡിയോയുടെ ലെന്തൊക്കെ ഇനി മുതൽ കുറച്ച് തന്നെ ഇടും. അപ്പോൾ എല്ലാവരും കാണുക. നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ച് നോക്കാം. എങ്ങനെയെങ്കിലും സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യണം. അപ്പം ഞാൻ പിന്നെ ഈ പനിയുടെ ദിവസങ്ങളിൽ ഒരു 2-3 ദിവസമായിട്ട് എടുത്ത് ചെയ്തൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്ക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ മെറ്റീരിയൽ മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കണം. ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്, അടിപൊളി മെറ്റീരിയലാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുന്നതോടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോടെയൊക്കെ നിങ്ങൾ കാണട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പം അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്തെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനതൊരു എളുപ്പപ്പണി ചെയ്തത്. കാരണം വെച്ചാൽ പനിയൊക്കെ ആയതുകൊണ്ട് വെട്ടാനൊക്കെ മടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചുരുക്കിയിട്ട് പോയിട്ട് പിന്നെയാണ് ഈ വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പനിയായിരുന്നതുകൊണ്ട് കുറേ ദിവസങ്ങൾ കൂടി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നും ഇതിൽ നിന്നും ഒക്കെ എടുത്ത ക്ലിപ്പാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പേ ഒരു ഇത് കണ്ട് കാണും, ഞാൻ മെഴുകുതിരി വെച്ച് ഒരുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നൂല് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. നമുക്കത് ഒന്നെങ്കിൽ മടക്കി അടിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ലോക്ക് ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇൻ്റർലോക്കിംഗ് മെഷീൻ ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം തയ്ച്ചെടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കടകളിലെ പോലെ ഷോപ്പിലെ പോലെ ഇൻ്റർലോക്കിംഗ് മെഷീനൊന്നുമില്ല. അപ്പം ചില നമ്മുടെ ചന്തേരി മെറ്റീരിയൽസോ ചില സിൽക്കിൻ്റെ മെറ്റീരിയൽ, ഇതുപോലെ ക്രേപ്പിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് ഒരു ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ക്യാൻഡിൽ വെച്ച് നമ്മൾ ഉരുക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇതിങ്ങനെ ഫ്രില്ല് വെച്ച് തയ്ച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുമ്പം മടക്കി അടിക്കുന്ന ഒരിച്ചിരി വൃത്തികേടായിരിക്കില്ല, തടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം മാക്സിമം അത് ലോക്ക് ചെയ്ത് വിടുകയോ ഇങ്ങനെ ഉരുക്കി കൊടുക്കുകയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ മെഴുകുതിരി വെച്ച് ഉരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിന്നോളും, ഒരു കുഴപ്പമില്ല. ഒരിച്ചിരി ശ്രദ്ധിച്ച് കത്തിപ്പോകാതെ പെട്ടെന്ന് ഒന്ന് കൈ മാറ്റി വിട്ടാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ അടിപൊളിയായിട്ട് നിന്നോളും. പിന്നെ ഞാനിത് വീട്ടിലിടാനായിട്ടാണ് തയ്ച്ചത്, അതുകൊണ്ട് ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലിടാനാണ് തയ്ക്കുന്നതെങ്കിലും അല്ലെങ്കിലും ഞാൻ നമ്മുടെ നെക്ക് ഇതുപോലത്തെ ഒരു വശം തിളക്കൊക്കെ ഉള്ള നമുക്ക് അയൺ ചെയ്യാവുന്ന നെക്കിന് വെക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. അത് വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ നെക്ക് കൊടുക്കുന്നത്. കാരണം അതങ്ങനെ സ്റ്റിഫായിട്ട് നിന്നോളും. കുറച്ച് കാലം പഴകിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് നൈറ്റിയൊക്കെ ഇടുന്ന ഡ്രസ്സാകുമ്പോൾ എപ്പോഴും നമ്മൾ ഇടുകയും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യും. അതല്ല, നല്ല ഡ്രസ്സാണേലും കുറേ ഡ്രസ്സുള്ളവരൊക്കെ പെട്ടെന്ന് അതിട്ട്, എനിക്കങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. പെട്ടെന്നിട്ട് മുഷിയുന്നതൊക്കെ അത് തീർത്ത് വേസ്റ്റ് ആക്കുന്നതിലും ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിയിടാനാണ്. അപ്പം ഞാൻ കുറേ നാൾ ഡ്രസ്സ് സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ് കേട്ടോ. കുറേ ഡ്രസ്സ് ഉണ്ടാകുന്നതാണല്ലോ പെൺപിള്ളേർക്ക് പൊതുവേ ഇഷ്ടം.
അതുകൊണ്ടായിരിക്കും. അപ്പം ആ ഒരു നെക്കിൻ്റെ പാട്ടൊക്കെ കുറേ കാലം കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആ ക്യാൻവാസ് വെച്ചിട്ടാണ് കേട്ടോ, സോറി എൻ്റെ പേര് ഇപ്പോഴാകട്ടെ, ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ നെക്ക്, കൈയും എല്ലാം അങ്ങനെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മളങ്ങനെ ലോക്ക് ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ മെഴുകുതിരിക്ക് തന്നെ ഒരുക്കി കൊടുത്ത് അടിപൊളിയായിട്ട് എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, സൈലത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂളും പഠിത്തമൊക്കെ ആയതുകൊണ്ട് കുറേ നാളായി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മെഷീൻ എനിക്കിട്ട് നല്ല പണി തന്നു. തയ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാനും ഇതിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ, എൻ്റെ തെറ്റാണ്. ഒന്നും കൊടുക്കാഞ്ഞോട് തന്നെ മെഷീൻ എനിക്ക് നല്ല പണി തന്നു. ഭയങ്കര കടകടാന്നുള്ള സൗണ്ടായിരുന്നു. നല്ല രീതി അടിപൊളി പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതൊക്കെ അതിനിടയ്ക്ക് ക്ലീനൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഈ ടോപ്പ് ഞാൻ തയ്ച്ച് തരുന്നത്. അത് പനിയും കൂടെ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ നല്ല ദേഷ്യം വന്നു. പിന്നെ എന്തായാലും ഇരുന്നു, അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തീർത്തു. വീഡിയോയിൽ ഞാൻ നമ്മൾ ഫ്രില്ലൊക്കെ അടി വെച്ചിട്ട് നോർമലി ഒരു കുർത്തിയല്ല, അങ്ങനെ ഒരു ഇതാണ് മറ്റേ നൈറ്റ് ഗൗണെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. പാൻറ്റില്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം, അത്യാവശ്യം ലെങ്കിൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് പുറത്തേക്ക് ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞാൻ വീട്ടിൽ ഇടാൻ ഡ്രസ്സ് അങ്ങനെ കരുതി തന്നെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തത്. അല്ലാതെ മെറ്റീരിയൽ മോശമായിട്ടല്ല കേട്ടോ പുറത്തേക്ക് ഇടാൻ പറ്റില്ല എന്ന് ഇടാഞ്ഞത്. അപ്പം ഞാനിതിൻ്റെ ഇത് ലാസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. തയ്ച്ച ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി തന്നെ തയ്യൽ പഠിച്ചിരിക്കുന്ന ഒരാളാണ്, അല്ലാതെ പ്രൊഫഷണലി തയ്ക്കാൻ പോയി പഠിച്ചൊന്നുമല്ല. അതുകൊണ്ട് സ്വന്തം സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. സ്വന്തം സ്റ്റിച്ചിങ് അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനിടയിൽ നമുക്കെപ്പോഴും പഠിക്കാതെ പഠിച്ചൊരു ഒട്ടാവാതെ ഇതുമാവും, നമ്മുടെ കാര്യങ്ങൾ നടക്കും, അത്രയും പൈസ ലാഭവും കിട്ടും. അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് പരിപാടി. ഇപ്പം ഞാൻ മെഷീൻ മേടിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം പഠിക്കാൻ പ്രത്യേകിച്ച് മോട്ടിവേഷനൊന്നും ഇതിൽ നിന്ന് ഇല്ലെന്നറിയാം. അപ്പോൾ അടുത്ത ദിവസവും ഒക്കെയുള്ള വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ ആയിട്ട് സ്റ്റഡി വ്ലോഗൊക്കെ ആയിട്ട് കാണാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2-3 ദിവസത്തെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ കൂട്ടി വെച്ചിട്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കാണിച്ചത്. അപ്പം തയ്ച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ചോറും മീൻ വറുത്തതും പയറുതോരനും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയിരുന്ന് തയ്ച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വൈകുന്നേരം പപ്സും ചായയൊക്കെ